ഹലോ! എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കറുത്തിരിക്കുന്ന ചുണ്ട്, അതായത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പിഗ്മെന്റഡ് ആയിട്ടിരിക്കുന്ന ചുണ്ടില്ലേ, അത് എങ്ങനെ നമുക്ക് നമ്മുടെ നാച്ചുറൽ കളറിലോട്ട് കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഹോം റെമഡിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ആണ്, അതൊന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം എത്തുന്നതായിരിക്കും. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് കോഫി പൗഡർ, മറ്റേ ഇൻസ്റ്റന്റ് ബ്രൂ കോഫി ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ചുണ്ടിൽ നമ്മൾ തേക്കണമല്ലോ, ആ തേക്കുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് അപ്പ് ചെയ്യാം. ഇത് പഞ്ചസാരയാണ് കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും നല്ലത് സ്ക്രബിങ്ങിന് പഞ്ചസാരയാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിൻ ഉണ്ടല്ലോ, നമ്മുടെ ചുണ്ടില് നമ്മളിങ്ങനെ ഓരോ ലിപ്സ്റ്റിക്കൊക്കെ വാരി ഇങ്ങനെ തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ഡെഡ് ആകുമ്പോഴത്തേക്ക് ഇത് ഇളക്കി കളയാൻ നമുക്ക് ഏറ്റവും നല്ലത് ഒരു സ്ക്രബിങ് ആണ്. അപ്പം നമുക്ക് കടകളിൽ സ്ക്രബിങ് പാക്ക് മേടിക്കാൻ കിട്ടും. അത് ഇച്ചിരി പൈസയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതും നല്ലതാണ്. അതിൻ്റെ നിന്നും ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടെന്ന് കാണുന്നതാണ് നമുക്ക് സ്ക്രബിങ്ങിന് ഒരു തരി വേണം. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തരി വേണം. അപ്പൊ ഈ തരി ഉണ്ടെങ്കിൽ നമ്മളെ ചുണ്ടില് ഡെഡ് സ്കിൻ നന്നായിട്ട് ആകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി ഇളക്കുക, ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ടിഷ്യൂ വെച്ച് തുടയ്ക്കുക കേട്ടോ. ടിഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അത്ര പ്രസ് ചെയ്യാതെ ഇങ്ങനെ നമ്മളിങ്ങനെ തുടച്ചെടുക്കുക. അപ്പൊ അതിനുശേഷം നമ്മുടെ ചുണ്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബൗൾ എടുക്കുക, അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് അലോവേര ജെൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഈ എണ്ണയും അലോവേരയും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മുടെ ചുണ്ട് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ലിപ് ബാം ഉപയോഗിക്കണം. ലിപ് ബാം അല്ലാന്നുണ്ടെങ്കിൽ SPFന്റെ ലിപ് ബാം ഉണ്ട്, അത് ഉപയോഗിച്ച ഏറ്റവും നല്ലതായിരിക്കും. സൺടാൻ അടിച്ചിട്ടായിരിക്കും കൂടുതലും നമുക്ക് ലിപ്പിൽ ഡാർക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ SPFന്റെ ലിപ് ബാം ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്ന ഇതേപോലെ കുറച്ച് ഓയിലും അതിന്റെ കൂടെ നമുക്ക് ഇത്തിരി അലോവേര ജെല്ലും എടുത്തിട്ട് നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിന് ഒരു മോയ്സ്ചർ ലോക്ക് കിട്ടും. അപ്പൊ നമ്മൾ മോയ്സ്ചർ ചുണ്ടിനകത്ത് ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ചുണ്ട് അധികം ഡ്രൈ ആയി പോകത്തില്ല. അത് നമ്മൾ എപ്പോഴും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. പിന്നെ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അല്ലാത്തവർക്കും നല്ല ഡാർക്ക് ലിബ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ചുണ്ടിന്റെ പഴയ കളർ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചുണ്ടിന്റെ കളറിൽ ഒരു പിങ്കിഷ് കളറിലോട്ട് നമ്മുടെ ചുണ്ട് പതിയെ മാറും. ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.